കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ജോ സീനിയർ ഓഫീസർ തന്ന ബോക്സ് തുറക്കുകയാണ്. എന്നാൽ അത് സെൻസർ വഴി മനസ്സിലാക്കുന്ന സീനിയർ ഓഫീസർ വീണ്ടും വീഡിയോ കോളിൽ വരികയാണ്. എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോ എന്താണ് ഈ ബോക്സിനുള്ളിൽ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് തുറന്നു നോക്കിയതാണ് എന്ന് കള്ളം പറയുകയാണ്. എന്നാൽ അത് വിശ്വസിക്കാൻ തയ്യാറാവാത്ത സീനിയർ ഓഫീസർ സത്യം പറ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ജോയോട് വീണ്ടും ചോദിക്കുകയാണ്. എന്നാൽ ജോ ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ സീനിയർ ഓഫീസർ പറയുകയാണ്, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഈ ബോക്സ് തുറക്കാൻ പാടുള്ളൂ. ഇനി ഈ ബോക്സ് നീ തുറക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ കോളിൽ ഒന്നും വരാൻ നിൽക്കില്ല. നമ്മളുടെ സെക്യൂരിറ്റി ടീമായിരിക്കും ലാബിലെത്തുന്നത് എന്ന് അങ്ങനെ പറഞ്ഞ് അദ്ദേഹം പോകുന്നു. അങ്ങനെ ജോ ജയത്രിയെയും അന്വേഷിച്ച് ലാബിന് പുറത്ത് തൻ്റെ വണ്ടിയിൽ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കാടിന് നടുവിലൂടെ അവൻ സെർച്ച് ചെയ്യുകയാണ്. ഈ സമയത്താണ് ജോയ്ക്ക് ഒരു കാര്യം തോന്നുന്നത്. ആ റോബോട്ടിന് ഇമോഷൻസും ഫീലിങ്സും എല്ലാം കൊടുത്തത് അബദ്ധമായോ, അത് തന്നെ ഇട്ടിട്ട് പോയതാണോ എന്നൊക്കെ അവന് തോന്നുകയാണ്. അങ്ങനെ ജോ ആ കാട് മൊത്തം സെർച്ച് ചെയ്ത് നടക്കുകയാണ്. ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. ഇപ്പോൾ ജോ ആ റോബോട്ടിനെ അന്വേഷിച്ച് നടക്കുന്ന ഇതേ സ്ഥലത്തൂടി തൻ്റെ ഭാര്യയുമായി നാളുകൾക്ക് മുന്നേ ജോ വന്നിട്ടുണ്ട്.